2015 ഓൾട്ടോ 800 VXI, സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. 2014 നാനോ XT ആണ്. പവർ സ്റ്റിയറിംഗ് വന്ന ടൈപ്പ്. പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ ഉണ്ട്. ടയർ മോശമാണ്. സിംഗിൾ ഓണർ 33,000 കിലോമീറ്റർ. 2012 ബൊലേറോ SLX, 1,28,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. 2013 ക്രൂസ് ഡീസൽ LTZ, സൺറൂഫ് വർണ്ണ മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. 2014 ഇയോൺ എറാ പ്ലസ്, ഓണർഷിപ്പ് തേർഡ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് 2 പുത്തൻ ടയർ, ബാക്ക് ടയർ ആവറേജാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വെഞ്ഞാറമൂടാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. വെഞ്ഞാറമൂട് വയ്യേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ക്വാളിറ്റി യൂസ്ഡ് കാർസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ചെറുതും വലുതുമായ ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കഴിഞ്ഞ മാസം നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും സ്റ്റോക്ക് കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ വണ്ടികൾ എടുത്തിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ബെൻസ് വരെ നോക്കുന്നവർക്ക് എടുക്കാവുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം, അതായത് 2 മാസം മുമ്പ് നമ്മളൊരു വട്ടം വന്ന് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട വണ്ടികളൊക്കെ നല്ല വണ്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ കണ്ടു പറയുകയാണെങ്കിൽ നല്ല വണ്ടികൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രഷറും കാണാവുന്ന നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഈ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചെറിയ തുകയ്ക്കുള്ള വണ്ടികളാണ് സനുവ ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത്, താൻ ഇത്രയും വലിയ കടകളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാൻ പറ്റിയ കാര്യമുള്ളൂ. ഈ ഒരുപാട് ചെറിയ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെറിയ വണ്ടികളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റായിട്ട് പറയുന്നുണ്ട് തകരപ്പാട്ട വണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ പോക്കാണ്, ഇവിടെ പോക്കാണ്, ഇന്ന പോലെ പാച്ച് വർക്കാണ്. പിന്നെ ഞാൻ എവിടെ പോയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ തന്നെ പറഞ്ഞേക്കാം. കാരണം ഒരുവിധം മാന്യമായ വില കിട്ടുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയുള്ള വണ്ടികളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കടയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒടുക്കത്തെ വിലയാണ്. ചെറിയ തുകയ്ക്ക് കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും പാട്ട വണ്ടികളാണ്. പിന്നെ എവിടെ പോയി ഷൂട്ട് ചെയ്യേണ്ടേ അതെനിക്ക് അറിയത്തില്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞു തരിക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങളൊരു മെക്കാനിക്കലിനെ, അത് നമ്മൾ അവസാനം പറയുന്നതാണ്, എന്നാലും ഞാൻ ഇതിൽ ആദ്യം പറയാണ്, എത്ര നല്ല വണ്ടി എന്ന് പറഞ്ഞാലും യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ നല്ലൊരു മെക്കാനിക്കനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വരാം. 2009 ഓൾട്ടോ LXI. എന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ എന്ന് പറയുമ്പോൾ എത്ര നാൾ? പുതിയ ടെസ്റ്റ്, പുതിയ ടാക്സ്. 2 മാസമേ ഉള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. അതിൻ്റേതായ വൃത്തി വണ്ടിക്കകത്ത് കാണാനുണ്ട്. നല്ല സർവീസൊക്കെ ചെയ്തിട്ടൊക്കെ അല്ലേ? ഇത് എന്തെങ്കിലും റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല സീറ്റ് കവറും ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 1,37,000 രൂപ. അതെന്ത് വേണം 37,000 രൂപ? അത് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടേക്കുക. ഓക്കെ, ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. നീറ്റ് വണ്ടിയാണ്. ആക്സിഡൻറ്റ് കേസ് ഒന്നുമില്ല. തരത്തിലുള്ള പരിപാടിയൊന്നുമില്ല. അതേപോലെ കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റിന് എടുത്തപ്പോഴേ ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി പെയിന്റ്, ടച്ചും പോളിഷും മാത്രം ചെയ്തിട്ടുള്ളൂ. 2018 ബെലേനോ സീറ്റ, സിംഗിൾ ഓൺഷിപ്പാണ്, ഡീസലാണ് വണ്ടി. 56,000 കിലോമീറ്റർ. റീപ്ലേസ് ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. ഏത് ഡോറാണ്? ബാക്ക് ഡോർ മാത്രം, വേറെ ഒന്നുമില്ല. കമ്പനി സർവീസാണ് വണ്ടി. ഇടി നല്ല ആക്സിഡന്റ് ഇല്ല, ചെറിയ ചളുക്കൊന്നും മാറുക. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി സർവീസുള്ള വണ്ടി. ചെറിയ ചളുക്ക് വന്നാലും അത് റീപ്ലേസ് ആയിട്ടേ ചെയ്യുള്ളൂ. കമ്പനി ലെവലിംഗ് ഇല്ല. അതൊക്കെ അതാണ് മാരുതിയുടെ വിഷയം. ഇത് സംഭവം അങ്ങനെ തന്നെയാണ്, ഇടിച്ചു പൊളിഞ്ഞൊന്നും അല്ലല്ലോ. അത് വണ്ടി ഹിസ്റ്ററി ചെക്ക് ചെയ്യാമല്ലോ. അല്ല, അപ്പോഴും റീപ്ലേസ് എന്നല്ലേ അറിയാൻ പറ്റും. ഇല്ല, ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ. അത് അമ്മമാർ ക്ലെയിം ആയിട്ട് എഴുതാം. അതെങ്കിൽ നമ്മൾ റണ്ണിംഗ് ബോർഡ്, ചാനൽ കാര്യങ്ങളെല്ലാം മാറുമല്ലോ. അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്താ ചോദിക്കുന്ന വില? ഇത് വില വന്നിട്ട് 7,4 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഡീസൽ വണ്ടിയാണേ. ബെലേനോയുടെ സീറ്റ ഓപ്ഷനാണ്. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ വണ്ടിയാണ്. 5 പുത്തൻ ടയറാ. സ്റ്റെപ്പിനെ അടക്കം മാറിയിട്ടൊക്കെ. സ്റ്റെപ്പിനെ അടക്കം എടുത്തിട്ടില്ല. സ്റ്റെപ്പിന് പുതിയതായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പുതിയതായിട്ടിരിക്കുകയാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആ ഡോർ മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡോർ മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ്. 2015 ഓൾട്ടോ 800 VXI, സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. ടയേഴ്സൊക്കെ മാറിയിട്ടേക്കാണ്.
ഫ്രണ്ട് 2 ടയർ മാറിയിട്ടുണ്ട്, ബാക്ക് കമ്പനി ടയറാണ്. വണ്ടിക്ക് കമ്പനി സർവീസാണ് വണ്ടി. നീറ്റ് വണ്ടിയാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഇല്ല, കമ്പനി സീറ്റ് കവർ. ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓരോ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് നെയ്പ്പുണ്ട്. ബാക്ക് ടയർ ഫ്രഷ് ബാക്ക് ടയർ കമ്പനി ടയറാണ്, കമ്പനി ടയറാണ്. പക്ഷേ 2015 ഇറങ്ങിയ ടയറാണ്. സംഭവം ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ആണേ വണ്ടി. എത്ര ചോദ്യം? എത്ര? ഇത് 2,55,000 രൂപ ചോദിക്കുന്നത്. ലാസ്റ്റ് പ്രൈസ് ആണോ? 2,50,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക. ഫൈനൽ പ്രൈസ് ആയിട്ടങ്ങ് പറയുകയാണോ? ന്യൂ ഇൻഷുർ കൊടുത്ത് പേര് മാറി കൊടുക്കുക. 2017 ഓൾട്ടോ 800 LXI 52,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. കമ്പനി സർവീസാണ്. ബാക്ക് ടയർ ആവറേജ് ടയർ. ഫ്രണ്ട് പുതിയ ടയർ. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ലെഫ്റ്റ് സൈഡ് ഡോറുണ്ട്. ലെഫ്റ്റ് സൈഡ്. ഇതെല്ലാം ബാക്ക് സൈഡ് കംപ്ലൈൻ്റ് ആണല്ലോ. കാണാനാണെങ്കിൽ ആദ്യം വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തില്ല. ചൂട് പവർ വിൻഡോ. അങ്ങനെയാണ്. ഇത് ആക്സിഡൻ്റ് ഇല്ലേ? ഒരു ആക്സിഡന്റ് ഇല്ല കേട്ടോ. ഇത് റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഇല്ലാത്തതുകൊണ്ട് റീപ്ലേസ് ഇല്ല, പറഞ്ഞു മാറിപ്പോയതാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 270. 270 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് 65,000 രൂപ കൊടുക്കുക. 2,65,000 രൂപ കൊടുക്കുക. 5 രൂപ താത്ത് പറയുള്ളൂ. വലിയ വില ചോദിക്കുന്നില്ലല്ലോ, ചെറിയ വിലയല്ലേ കുറയ്ക്കുന്നുള്ളൂ. ചെറിയ വിലയല്ലേ കുറയ്ക്കുന്നുള്ളൂ, കൊള്ളാലോ. അത് 2018 സ്വിഫ്റ്റ് VXI 75,000 കിലോമീറ്റർ, സെക്കൻഡ് RC. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പെട്രോളാ ഡീസലാ? പെട്രോൾ. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. വണ്ടിക്കാണ് നോക്കുമ്പം മാനുവലാണല്ലേ? മാനുവൽ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോർഡ് പവർ വിൻഡോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ്. ബാക്ക് ടയർ ആവറേജ് ടയർ അലോയ്സ് ചെയ്തിട്ടുണ്ട്. വൃത്തിയുള്ളൊരു അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. VXI ആണ് വേരിയൻറ്റ്. എത്ര ചോദിക്കുന്നത്? ഇത് 5,25. 5,25,000. ഇവിടെ മാത്രം ചെറിയ നെഗോഷ്യബിൾ ആണ്. ഉണ്ട്. ഇല്ലാത്ത പക്ഷം അതൊന്നും വലിയതൊന്നുമില്ല. അല്ല, അത് ചെറിയൊരു അടയാളം. അതൊന്ന് കണ്ടപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ അല്ലേ? സ്റ്റിക്കറാ. 2013 ക്രൂസ് ഡീസൽ LTZ സൺറൂഫ് വർണ്ണ മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. ഈ ടോപ്പ് ബ്ലാക്ക് അടിച്ചാണോ അതോ? അല്ലല്ല, ഇത് കമ്പനി ഇതാണ്, ടോപ്പ് അല്ല പറഞ്ഞത്. നോക്കുമ്പോൾ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടേ. അപ്പം ഡീസൽ അല്ലേ? ഡീസൽ. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ കമ്പനിയിലാണ് സർവീസ്. എല്ലാം കമ്പനി സർവീസാണ്. അതെ. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. വിശാലമായ ഷോറൂം പോലെ തന്നെ കിടപ്പുണ്ട് വണ്ടി. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് 3 ലക്ഷം രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിന് മൈലേജ് എന്താണ് കേട്ടോ? മൈലേജ് 20 മൈലേജിനകത്ത് കയറും. അത്രയും ഡീസലല്ലേ, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. അല്ലേ, അത്രയും കിട്ടുമോ? പിന്നെന്താ. 2019 Ertiga VXI 35,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 ടയർ മാറിയിട്ടുണ്ട്, ബാക്ക് ടയർ കമ്പനി ടയറാണ്. ഈ 35,000 റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസാണ്. 35,000 കിലോമീറ്റർ എന്നുള്ളതേ ജെനുവിൻ ആണോ? പക്ക കമ്പനി സർവീസാണ് വണ്ടി. ഹിസ്റ്ററി ചെക്ക് ചെയ്യാമല്ലോ, നമുക്ക് നമ്പറോട് ആഡ് ചെയ്ത് പോലും ഞാനത്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല പോഷാണ്. അധികം ഈ 35 തന്നെ ഓടിയെന്ന് വേണമെങ്കിൽ പറയത്തില്ല. ആ രീതിയിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കാരണം വെള്ള സീറ്റായിട്ട് പോലും അതിനകത്തൊന്നും അഴുക്കേയില്ല. കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വൃത്തിയായിട്ട് ആരോ സൂക്ഷിച്ച ആളുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതിൽ എത്ര എയർ ബാഗ് കാണും? 2 എയർ ബാഗ്. 2 എയർ ബാഗ്, സെൻട്രൽ AC, 4 ഡോർ പവർ വിൻഡോ, ഫോഗ് ലാമ്പ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 8.5 ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 8,40 പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്താ കാണും വില? ഇറങ്ങിയ സമയത്ത് 10 ചില്ലറ എത്രയായിരുന്നു? അത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ വില ഉണ്ട്, ഇപ്പോൾ 11,000 അടുപ്പിച്ച് വില ഉണ്ട്. ഇത് 2013 ഓടി A4 തേർഡ് ഓണറാ. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 59. ഡീസലാണേ, ഡീസൽ. ഓക്കെ, മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 17 മൈലേജ്. ഇത് ബ്ലാക്ക് ഉള്ളതാണോ? ബ്ലാക്ക് ചെയ്തതാണ്. വണ്ടിക്കകം ഓടിയാവുന്നതുകൊണ്ട് തന്നെ പോഷിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവില്ലല്ലോ.
അതിവിശാലമായ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. വണ്ടി നല്ല സൂപ്പർ, ഉള്ളത് കാണാൻ സൂപ്പർ. ഒറിജിനൽ കേരളയാണ്, അറിയുന്നില്ല. ഒറിജിനൽ കേരള. അതെ. ബാക്ക് AC വെൻ്റൊക്കെ വരുന്നുണ്ട്, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ബാക്ക് ടയർ ആവറേജ്. ടയർ കണ്ടീഷനൊക്കെ ആണെങ്കിലൊക്കെ ആവറേജ് ആണ് ബാക്ക്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് വില വന്നിട്ട് 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപ. 11 ലക്ഷം. ഡീസലാ പെട്രോളാ? ഡീസൽ. വണ്ടി ഓരോ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും. 2021 എർട്ടിക ZXi പ്ലസ് ആണ് ഏറ്റവും ടോപ്പ്. ഇത് 6 എയർ ബാഗ്സ് വരുന്ന ആ മോഡലാണ്. എങ്ങനെ? 6 എയർ ബാഗ്സ് വരുന്ന ആ മോഡൽ? അല്ല, 2 എയർ ബാഗ് തന്നെ. ഇത് 27,000 കിലോമീറ്റർ, ഫാൻസി നമ്പർ, സെക്കൻഡ് ഓണർ. പെട്രോളോ ഡീസൽ? പെട്രോൾ, ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡാ. ഈ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ഇത് ഉള്ള തന്നെയാണോ? ഇതെല്ലാം കമ്പനിയാണ്. എല്ലാ ഓപ്ഷനും കൂടി ഉള്ളതാണ് വണ്ടിയാണ്. ZXi പ്ലസ്. വണ്ടിക്ക് കാണാനൊക്കെ അലോയ്സ് വരുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഒരുപാട് കിലോമീറ്റർ ഓടാത്തതുകൊണ്ട് ഉള്ള വണ്ടി എന്ന രീതിയിൽ, ഒരുപാട് യൂസ് ചെയ്യാത്ത വണ്ടി ആയതുകൊണ്ടും തന്നെ വണ്ടി അതിൻ്റെതായ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, എത്ര എണ്ണ ചോദിക്കുന്നത്? 10,60,000 രൂപ. എത്ര എണ്ണ ഇറക്കാൻ പറ്റിയ വണ്ടി? 10 ലക്ഷം രൂപ കൊടുക്കാം. അല്ല, അങ്ങനല്ല, എത്ര രൂപ എണ്ണ ഇറക്കാൻ പറ്റും? നമുക്കൊരു 9 രൂപയോളം ലോൺ കൊടുക്കാം. 1 ലാക്ക് നല്ല പ്രൊഫൈലുള്ള പാർട്ടിക്കാണെങ്കിൽ 1 ലാക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. 1 ലാക്ക്. 2012 ബൊലേറോ SLX, 1,28,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. റീപ്ലേസോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വണ്ടി നീറ്റാ. വണ്ടി അത്യാവശ്യം ശകലം വില കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ചോദിക്കും ഇത്രയും വില ഉണ്ടാകുന്നു 12 വണ്ടി. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, അതുകൊണ്ടാണ് ആ വില ചോദിക്കുന്നത്. വില ചോദിക്കുന്നുണ്ട്. 4,5 ലക്ഷം രൂപ ചോദിക്കുന്നത്. സിംഗിൾ RC ആ വണ്ടി. തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുത്തൻ ടയറാ, ബാക്ക് 2 ടയർ 50% ഉണ്ട്. എന്നാലും 4,500 നമുക്കൊരു 3,4 രൂപയുടെ ലോൺ വരെ കൊടുക്കാം. അല്ല, 4,500 എന്തെങ്കിലും കുറയുമോ? 4,500 നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അത്രേ പറ്റത്തുള്ളൂ. ഈ വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പാകപ്പഴകളൊന്നും കാണുന്നില്ല. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 4,400 ചോദിക്കുന്നല്ലേ? 2017 സ്വിഫ്റ്റ് VDI, സിംഗിൾ ഓണർ, 85,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ ന്യൂ ടയറാണ്. എല്ലാ ടയർസും മാറിയതാ? 4 ടയർ മാറിയതാ. എന്ത് ഓടിയിട്ടുണ്ട്? 85,000. ഡീസലാണ്. VDI ഓപ്ഷനിലാണ്. ഒരു എയർ ബാഗും ABS-ഉം പറഞ്ഞ ടൈപ്പാണ്. ഒരു എയർ ബാഗേ ഉള്ളൂ. വണ്ടിക്ക് അകം നോക്കിയാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നുമില്ല. മ്യൂസിക് സിസ്റ്റം, ഫോട്ടോ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, ഒരു എയർ ബാഗ് ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര ചോദ്യം? 5,4 ലക്ഷം രൂപ ചോദിക്കുന്നത്. 5,400? ഡീസൽ വണ്ടിയാണ്. ഡീസലാ. 17. 5,400. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. സിംഗിൾ ഓണറാ വണ്ടി. വണ്ടി നീറ്റ് വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസാണ്. അല്ല, സംഭവം ഒരു 50 രൂപ 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി കൂടി? ഇറക്കാം. 2014 എത്തിയോസ് VXD ടോപ്പൻ്റെ സെക്കൻഡ് RC 1,10 ഓടിയിട്ടുണ്ട്. അത് ഫുള്ള് കമ്പനി സർവീസാണ്. ഈ ഫുൾ കമ്പനി സർവീസ് എന്നുള്ളത് കമ്പനി സർവീസ് തന്നെയാണ്. വണ്ടിയുടെ നമ്പരും കൂടെ നിങ്ങൾ ഇതിനകത്ത് ഐഡിയ ചെയ്തേക്കണം. അപ്പോൾ ഈ കസ്റ്റമറൊക്കെ നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. വണ്ടി നമ്മൾ പറയണ കാര്യം ക്ലിയർ ആണെന്ന് നോക്കണം. ഇല്ലെങ്കിൽ വണ്ടി ഫ്രീ ആണ്. ഇല്ലെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് വരും. അതെ, തെളിവുണ്ടെങ്കിൽ. ഓക്കെ. ഇതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ? ഇതൊക്കെ 1.5 ടൈമിങ്. 1.5. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ. പിന്നെ അതൊരു കാര്യമുണ്ട്, ഇത് ടൊയോട്ടയുടെ വണ്ടിയല്ലേ? ടൊയോട്ടയുടെ വണ്ടി. അവർക്ക് 1 ലക്ഷം കിലോമീറ്റർ ഒന്നും ഒരു വലിയ വണ്ടി നീറ്റ് വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് 5,30,000 രൂപ ചോദിക്കുന്നത്. തോന്നോ ഇത് ഇറങ്ങിയപ്പോൾ എന്തോ ആണ്? ഒരു പിടിയില്ല. 9 രൂപയിലാണോ? 2021 എർട്ടിക VXi, സിംഗിൾ ഓണർ, 28,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്? ജെനുവിൻ കിലോമീറ്റർ അവിടെ ഉള്ള വണ്ടിയല്ല. അത് വർഷം പഴക്കം ഉണ്ടെങ്കിലും എല്ലാ വണ്ടി 2010 ആയിട്ടുള്ള വണ്ടി നമുക്ക് അറിയില്ല. 10 മുമ്പോട്ടുള്ള വണ്ടി നമ്മൾ ഹിസ്റ്ററി എടുത്ത് എടുക്കുള്ളൂ വണ്ടി.
ഓക്കെ, വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. ഓടോ പവർ വിൻഡ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി ആ രീതിയിൽ കാണാനൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാൽ അഴുക്ക് അങ്ങനെ പിടിച്ചിരിപ്പില്ല. ആ രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 9,20,000 രൂപ. പെട്രോളല്ലേ? പെട്രോള്? ആ, പെട്രോൾ VXI 2014 ബെൻസ് C220 ഡീസലാ. സെക്കൻഡ് RC, 62,000 കിലോമീറ്റർ. സെക്കൻഡ് RC ആണ്. ടയർ ആവറേജ് 4 പുതിയതാ. അങ്ങോട്ട് അകത്തോട്ട് ക്യാമറ വെച്ച് നോക്കൂ, സൈഡിൽ വെച്ച് നോക്കാതെ. ആണോ? പക്ഷെ ഈ കല്ലിൻ്റെ ആണോ എനിക്കറിയാൻ വയ്യ. പക്ഷെ എനിക്ക് കണ്ണിൽ കണ്ടിട്ട് അങ്ങനെ തോന്നിയേ. ബാക്ക് ടയർ പുത്തൻ ടയറാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഫ്രണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അത് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു തരായിരുന്നു. അല്ല, അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. വരുന്ന ആൾക്കാർക്ക് പുത്തൻ ടയർ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ എന്താണ് വർണ്ണിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒറിജിനൽ കേരളയാണ് വണ്ടി. ഓക്കെ, ഇത് വേരിയൻ്റ് ഏതായിട്ട് വരും? ടോപ്പാണോ, മിഡിലാണോ? ടോപ്പാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 12,500 ചോദിക്കുന്നത്. 12,80,000 രൂപ. മനുഷ്യ, ഞാൻ ആദ്യം വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു വിലയൊക്കെ കുറച്ചിടുന്നാലേ ആൾക്കാർ വിളിച്ചു. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. എൻക്വയറി കിട്ടിയില്ല എന്നെ ചീത്ത വിളിക്കല്ലേ. ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുന്നത്. അത് മാന്യമായ ഒരു വില പറയാതെ നമുക്ക് 12,30,000 രൂപ കൊടുക്കാം. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള. 2012 ഇനോവ V സെക്കൻഡ് RC. ഒറിജിനൽ കേരളയാണോ? എങ്ങനെ? ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ഫാൻസി നമ്പറാ, ഒറിജിനൽ കേരള വണ്ടി. 1,80,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസാണ്. ടൈമും ചെയിനും ഒക്കെ മാറിയിട്ടുണ്ട്? എല്ലാം മാറിയിട്ടുണ്ട്. ഒരു ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ആ രീതിയിൽ വണ്ടി ഓക്കെയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് ഫുൾ സർവീസ് ചെയ്തേക്കാണ്. അതുകൊണ്ട് വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 9,30,000 രൂപ ചോദിക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നീറ്റ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 2018 ഓൾട്ടോ 800 LXI. സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ. 60. ടയേഴ്സൊക്കെ പുതിയതായിട്ട് മാറിയിട്ടേക്കാം ഫ്രണ്ടിൽ. ബാക്കും ടയർ അത്യാവശ്യം ഉണ്ട്. 70% പുറത്ത് ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡാണ്. എത്ര ചോദ്യം? ഇത് 2,70,000 രൂപ കൊടുക്കാം. 2,70,000. ഈ 9 ലക്ഷം 10 ലക്ഷം ഒക്കെ കേട്ടോണ്ടിരുന്നിട്ട് ഇത് കേട്ടോണ്ടാണോ തോന്നാത്തത്? 2015 ആൾട്ടോ കേട്ടൺ LXI. എന്ത് ഓടിയിട്ടുണ്ട്? 84,000 കിലോമീറ്റർ, കമ്പനി സർവീസാണ്. തേർഡ് ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻ്റ് ഇല്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡാണോ? വില വന്നിട്ട് 2,20,000 രൂപ ചോദിക്കുന്നത്. എത്ര? 2,20,000. ബേസ് അല്ലേ? LXI AC പവർ സ്റ്റിയറിംഗ്. ഈ 2,20,000 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന തുകയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം? ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. വിട്ടുവീഴ്ച ചെയ്യും. ലാസ്റ്റ് പ്രൈസ് അല്ല ചോദിക്കുന്നത്? അല്ലല്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എല്ലാ വണ്ടിയിലും നമുക്ക് വിലപ്പെടുത്തുമല്ല, ഒരു വില അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ വന്ന് ബാർഗെയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് അതെ, കറക്റ്റ് ഉള്ളവർ ഇടലിടുന്നല്ലേ. 2021 4x4 ഓട്ടോമാറ്റിക് താർ ഡീസൽ. ടയർ പുതിയ ടയറാണോ? കമ്പനി ടയറാ. എത്ര ഓടി? 29,000 കിലോമീറ്റർ. ഫസ്റ്റ് ടയർ തന്നെ? അതെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എന്ത് കിട്ടും? മൈലേജ് ഒക്കെ എങ്ങനെ ആയിരിക്കും? 13 കിട്ടുമായിരിക്കും. അതൊരു ഉറപ്പില്ല. പക്ഷേ ഓണർ 13 കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് തന്നപ്പോൾ അല്ലേ? അതെ. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. വണ്ടി നീറ്റാ. റീപ്ലേസ്മെന്റ് കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വില വന്നിട്ട് 16,30,000 രൂപ ചോദിക്കുന്നത്. ഇപ്പൊ പെട്രോളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് പെട്രോളോ? അല്ലല്ല, ഇത് ഡീസലാണ്. 2014 നാനോ XT ആണ്. പവർ സ്റ്റിയറിംഗ് വന്ന ടൈപ്പ്. പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ ഉണ്ട്. ടയർ മോശമാണ്. സിംഗിൾ ഓണർ, 33,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ള 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3 ടയർ പുതിയത്, ഒരെണ്ണം കമ്പനി ടയർ. അതാണ് ഞാൻ കണ്ട ടയർ. അതാണ് മോശം ടയർ ഞാൻ പറഞ്ഞത്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കണ്ടത് ടയർ മുട്ടയാണ്. ബാക്കി 3 ടയറും പുത്തനാണ്.
ബാക്ക് ടയറൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയുള്ള ടയർ തന്നെയാണ് വരുന്നത്. മറ്റേ ബ്ലൂടൂത്ത് സെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ ടൈപ്പാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 1,20,000 രൂപ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന വില 1,20,000. അത് കുറയൂ, അത് എന്തെങ്കിലും കുറയൂ? ചെറിയ എന്തെങ്കിലും കുറച്ച് കൊടുക്കാമോ? എന്നാൽ കുറച്ചല്ലേ പറഞ്ഞത്. ടയേഴ്സ് ബാക്കിയൂടെ കാണിച്ചു കൊടുക്കൂ. പിന്നെന്താ, അല്ല ഈ സൈഡ് കിടക്കുന്ന ടയർ നല്ല ടയറാണ്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കിയാലും നല്ല ടയറാണ് കിടക്കുന്നത്. ഒരു സൈഡിലെ ഒരു ടയർ മാത്രമാണ് മോശം ടയറായിട്ടുണ്ട്. പിന്നെ കളർ ഷെയ്ഡ് അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. 2009 സാൻഡ്രോ സിങ് പുതിയ ടെസ്റ്റാണ്. ടയർ ഭാഗങ്ങളെല്ലാം പുതിയതാണ്. ടെസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നു. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്. ഇനി എന്ന് വരെ ഉണ്ട് പേപ്പർ? 29/11 മാസം വരെ ഉണ്ട്. ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. സെക്കൻഡ് RC ആണ്. സീറ്റ് മാത്രം ചെറുതായി 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 73? അതെ. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണേ? കമ്പനി സർവീസ് അല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ജെനുവിൻ കിലോമീറ്റർ ആണ്? ആയിരിക്കാം. നമുക്കത് അങ്ങനെ പറയാം. നമ്മളെടുത്തപ്പോൾ കിലോമീറ്റർ ഇതായിരം. വണ്ടി വേറെ റീപ്ലേസ് ആയിട്ടോ ഇല്ല എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഇടിച്ച ബോണറ്റ് ബമ്പർ അങ്ങനെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, ഗ്ലാസ് മാത്രം. എത്ര ചോദിക്കുന്നത്? 1,20,000? 1,20,000. 2014 ഇയോൺ എറ പ്ലസ്. ഓണർഷിപ്പ് തേർഡ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് 2 പുത്തൻ ടയർ, ബാക്ക് ടയർ ആവറേജാണ്. ഏത് വേരിയന്റ് ഏതാ? എറ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ഫ്ലോർ മാറ്റ് അതൊക്കെ തരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെയാണ്. കമ്പനി റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് ടയർ ആവറേജ്. എത്ര ചോദിക്കുന്നത്? ഇത് 2 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2 ലക്ഷം. ഏത് വർഷമായിരുന്നു? 2014. നമുക്കൊരു 1,500 രൂപ ലോണും കൊടുക്കാം. 50 രൂപയുടെ ഇറക്കാം. 2013 വാഗനർ VXi. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ്, 68,000 കിലോമീറ്റർ. ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഉറപ്പ് തന്നെ, പക്ഷേ കമ്പനി സർവീസ് അല്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അതേപോലെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ആ രീതിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ 2 ഡോർ പവറിൻ്റെ ആണ്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. 2,90,000 രൂപ ചോദിക്കുന്നത്. ബാക്ക് ടയർ മുട്ടയാണ്. മുട്ടയല്ല, ടയറല്ല. മുട്ടയല്ല, കുറച്ചുകൂടി ഉണ്ട്. എത്ര ചെയ്യുന്നത്? 290. 290. 13 VXi. സെക്കൻഡ് ഓണർ, 68,000 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒടുക്കത്തെ വെയിലും കൂടി ആയതുകൊണ്ട് തളർന്നുപോയി. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിനകത്ത് ഹെവി വണ്ടികളുണ്ടായിരുന്നു. ബെൻസും ഓടിയും ഇന്നോവയും എർട്ടിയും സ്കോർപ്പിയും താറും ഒക്കെ ആയിട്ട് കുറേ വലുതുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും വലുത് നോക്കുന്നില്ല എന്ന് പറയരുത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ 5,25,000 30,000 രൂപ ചോദിച്ച ഒരു ഓൾട്ടോ ഉണ്ടായിരുന്നു, ഒരു ഓട്ടോമാറ്റിക് ഓൾട്ടോ. അപ്പോൾ അത് ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ എന്നെ ഒരു പെൺകുട്ടി വർക്കലയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇതേപോലെ ആ വണ്ടി അവർ പോയി നോക്കിയതാണ്, വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ട്. നമ്മൾ ഈ വെറുതെ 30 രൂപയുടെ 40 രൂപയുടെ വണ്ടി മാത്രമല്ല ആൾക്കാർ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും എൻ്റെ വീഡിയോ ഉപകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സന്തോഷം. അത് ഉദ്ദേശിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ചെറുത് കാണാൻ മാത്രമേ ഞങ്ങൾ ഇരിക്കുന്നുള്ളൂ എന്ന് പറയരുത്. എല്ലാത്തരം പ്രേക്ഷകരും കാണുന്ന വീഡിയോ ആയിട്ട് ഇരിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കടകളിലൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ വലിയ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.